നമ്മള് ഇംഗ്ലീഷിലെ വവൽസ് പഠിച്ചു അല്ലേ? ഇംഗ്ലീഷിലെ വവൽസ് ഏതൊക്കെയായിരുന്നു? ഇംഗ്ലീഷിലെ വവൽസ് കുറഞ്ഞതേ ഉള്ളൂ. എ, ഇ, ഐ, ഒ, യു അല്ലെ? സ്വരങ്ങൾ, സ്വരാക്ഷരങ്ങൾ. അതുപോലെ എല്ലാ ഭാഷയിലും ഉണ്ട്. ഇപ്പം മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ നമുക്കറിയാം. അ, ആ, ഇ എന്ന് തുടങ്ങുന്ന സ്വരാക്ഷരം, അത് കുറച്ചേ ഉള്ളൂ അല്ലെ? അതുപോലെ ഹിന്ദിയിലും ഇതേ സ്വരാക്ഷരങ്ങൾ വവൽസ് ഉണ്ട്. ജസ്റ്റ് അത് നോക്കാം, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതെല്ലാം അല്ലെ? ഫസ്റ്റത്തെ ലെറ്റർ ആണ് ആ. ഹിന്ദിയിലെ ആ എങ്ങനെയാ? ഇതാണ് ഹിന്ദിയിലെ, കാണത്തില്ലേ? ഇതാണ് ഹിന്ദിയിലെ ആ. ആ പഠിച്ചു. ഹിന്ദിയിലെ ആയ്ക്ക് പ്രത്യേകിച്ച് ചിഹ്നമൊന്നും ഇല്ല. ഈ ഹിന്ദി ലെറ്റേഴ്സിനെല്ലാം ഓരോ ചിഹ്നമുണ്ട്. മലയാളം ലെറ്ററിനും ഉണ്ട്. ആ ആ ആ എന്ന് പറഞ്ഞാല് ആയ്ക്ക് ചിഹ്നം ഉണ്ടോ? ഇല്ല. ആയ്ക്ക് എന്താ ചിഹ്നം? നമ്മൾ ദീർഘം ഇടും അല്ലേ? ഈക്കാകുമ്പോ വള്ളി ഇടും, ഈക്കാകുമ്പോ ചുറ്റിക്കെട്ട് വള്ളി ഇടും. ഇങ്ങനെ ഈ സ്വരാക്ഷരങ്ങൾക്കെല്ലാം മലയാളത്തിലെ ഓരോ ചിഹ്നമുണ്ട്. അതുപോലെ തന്നെ ഹിന്ദിയിലും ഉണ്ട്. പക്ഷെ ഫസ്റ്റത്തെ ലെറ്ററായ ആയ്ക്ക് പ്രത്യേകിച്ച് ചിഹ്നമുണ്ടോ? ആ വരുമ്പോ പ്രത്യേകിച്ച് നമ്മൾ ചിഹ്നമൊന്നും ഇടണ്ട. പക്ഷേ രണ്ടാമത്തെ ലെറ്ററായ ഹിന്ദി ലെറ്റർ മലയാളത്തിലെ പോലെ തന്നെ ആ കഴിഞ്ഞിട്ട് ആ, അതിന്റെ കൂട്ടത്തില് കുറച്ച് ആ ആ എന്ന് പറഞ്ഞിട്ട് ഒരു ദീർഘമുണ്ട് അല്ലെ? ആ. അപ്പോ ആ ദീർഘത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? മലയാളത്തിൽ നമ്മള് ഇങ്ങനെ ഒരു ദീർഘമാണ് വരച്ച ചിഹ്നം. പക്ഷെ ഹിന്ദിയില് അക്ഷരത്തിന് ശേഷം ഒരു വര വരച്ചാൽ മതി. അപ്പം ആ എന്നുള്ളത് ആണാവും, കാ എന്നുള്ളത് കാന്നാവും. എന്നിട്ടാല് അക്ഷരം കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഒരു വര ഇട്ടാൽ ഇഖ എന്നുള്ളത് ഇഖാനാവും, ഗ എന്നുള്ളത് സ എന്നുള്ളത് സ, പ എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം ഒന്ന് ആ എന്ന സൗണ്ടിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചേർത്താ മതി? അപ്പുറത്ത് അക്ഷരത്തിന് അപ്പുറത്തൊരു വര ചേർത്താ മതി. അപ്പൊ ആ എന്നുള്ള സൗണ്ട് കിട്ടും. നോക്കി ഉദാഹരണം, ന. ഇതിൽ ന എന്ന് പറഞ്ഞ അക്ഷരം, അതിന്റെ അപ്പുറത്തൊരു വരയിട്ട എന്തായി? ഓക്കെ, നായി. ആ. അപ്പൊ ആ പഠിച്ചു, ആ പഠിച്ചു. ഈ നായിൽ എന്തുണ്ട്? ആ ആ വെറുമായുണ്ട്. ഈ നാ ആ നാക്കണെങ്കില് അപ്പുറത്ത് ഒരു വരയിട്ടാൽ മതി അല്ലേ? സാ സാ എഴുതി. സായിൽ എന്തുണ്ട്? ഫസ്റ്റത്തെ ആ. സായില് സാ കഴിഞ്ഞിട്ട് ഒരു ആയുണ്ട് അല്ലേ? ആ സൗണ്ട് ഇല്ലേ? സ ആ ആ. ഇത് കഴിഞ്ഞിട്ട് ആ സൗണ്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സായിന്റെ അപ്പുറത്ത് ഒരു വരയിട്ട് മേലെ വരയിടണം. ആ. അപ്പൊ നമ്മൾ ആയും പഠിച്ചു, ആയും പഠിച്ചു. അടുത്ത ലെറ്റർ ആണ് മലയാളത്തിലെ പോലെ തന്നെ എന്ത്? ഈ. മലയാളത്തിൽ നമ്മൾ ഈ സൗണ്ടിന് എന്താ ഇടുന്നേ? ഒരു വള്ളി. ഇതാ കായിട്ടിട്ട് ഒരു വള്ളിയിട്ട കീ ആവും, ജായിട്ടിട്ട് ഒരു വള്ളിയിട്ട ജി ആവും, രായിട്ടിട്ടുള്ള വള്ളിയിട്ടാല് രീന്നാവും. പക്ഷേ ഹിന്ദിയിലോ? ഹിന്ദിയില് നമ്മൾ എന്താ ചെയ്യുന്നേ? ഹിന്ദിയില് നമ്മൾ അക്ഷരത്തിന് മുമ്പാണ് ഈ വള്ളി ഇടുന്നത്. നമുക്ക് ക എന്ന അക്ഷരമാണെങ്കിൽ അതിനു മുമ്പ് ഇങ്ങനെ ഒരു വള്ളി ഇട്ടാൽ എന്തായി? ഈ സൗണ്ട് ആയി അല്ലേ? കായിന്റെ മുമ്പില് ഇങ്ങനെ ഒരു വള്ളി ഇട്ടാല് അതാണ് അതിന്റെ ഈന്റെ ചിഹ്നം. ഹിന്ദിയിലെ ഈന്റെ ചിഹ്നം. ആയിന്റെ ചിഹ്നം, ആയിക്ക് ചിഹ്നമില്ല. ആയിക്ക് അപ്പുറത്തൊരു വര. ഈ ആകുമ്പോ അക്ഷരത്തിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു വള്ളി. അപ്പൊ കായിന്റെ ഇപ്പുറത്ത് അങ്ങനെ വള്ളിയിട്ട എന്തായി? കീന്നാവും. ഇതാ ഹിന്ദിയിലെ സാ എന്ന് പറഞ്ഞ അക്ഷരമാണ്. ഇത് വെറും സായാണ് അല്ലെ? സായിന്റെ ഇപ്പുറത്ത് നമ്മൾ വള്ളിയിട്ട എന്തായി? സി. ഇത് ഹിന്ദിയിൽ ചാ, അത് മലയാളത്തിൽ ചായ ആയിപ്പോ അല്ലെ? ഹിന്ദിയിൽ ചാ എന്ന അക്ഷരം, ചായന്റെ ഇപ്പുറത്ത് വള്ളിയിടുമ്പോ ചി. മനസ്സിലായോ? ഇതാ രാ, രായിന്റെ ഇപ്പുറത്ത് വള്ളിയിട്ടപ്പോ എന്തായി? ഈ സൗണ്ട് എല്ലാം കിട്ടി അല്ലേ? മനസ്സിലായോ? അപ്പൊ ആ ഈ വരെ പഠിച്ചു. മനസ്സിലായോ? അടുത്ത മലയാളത്തിലെ അക്ഷരം എന്താ? ഈ. ഈക്ക് എന്താ നമ്മൾ മലയാളത്തിൽ ചെയ്യുന്നേ? കായാണെങ്കില് ചുറ്റിക്കെട്ട് വള്ളിയിടും, കീ. ജായാണെങ്കില് ചുറ്റിക്കെട്ട് വള്ളിയിടും, ജി. ജീരകം എന്ന് എഴുതാണെങ്കിൽ അല്ലേ? അതുപോലെ ഹിന്ദിയിൽ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ വെറും ഈ സൗണ്ട് ആയിരുന്നപ്പോ അക്ഷരത്തിന് മുമ്പ് ഇങ്ങനെ ഒരു വള്ളി ഇടുമായിരുന്നു. പക്ഷെ ഹിന്ദിയിൽ ഈ സൗണ്ട് കിട്ടണമെങ്കിൽ അക്ഷരം കഴിഞ്ഞിട്ട്, ഏതക്ഷരമാണോ എഴുതുന്നത് അക്ഷരം കഴിഞ്ഞിട്ട് ഒരു വള്ളി, അപ്പൊ ഈ എന്നുള്ള സൗണ്ട് ആവും. ഓക്കെ.
ഇതേതാ അക്ഷരം? ജ. ജായിന്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു വള്ളിയിട്ടാൽ എന്തായി? ജി അല്ല, ജി അല്ലേ? ജായിന്റെ ഇപ്പുറത്ത് വള്ളിയിട്ടാലോ? ജി സൗണ്ട്, ജി. അപ്പുറത്ത് വള്ളിയിട്ടാല് ജി. കായിന്റെ അപ്പുറത്ത് വള്ളിയിട്ട് എന്തായി? കീ. കായിന്റെ ഇപ്പുറത്ത് വള്ളിയിട്ട് എന്തായി? ഈ സൗണ്ട്. അപ്പുറത്ത് വള്ളിയിട്ട ഈ സൗണ്ട്. ഓക്കെ. അപ്പൊ ആ പഠിച്ചു, ആ പഠിച്ചു, ഈ പഠിച്ചു, ഈന്നും പഠിച്ചു. ഇനി അടുത്തത് അക്ഷരം ഏതാ? ഊ. മലയാളത്തിലാണ് എന്ത് ചെയ്യണം? ഈ കായിന്റെ കൂട്ടത്തില് ഊ സൗണ്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു ചിഹ്നം, ഒരു ആപ്പിൾ ഇട്ടാ പോരെ? രായിന്റെ കൂട്ടത്തില് ഇങ്ങനെ ഇട്ടാൽ രൂവായി. വായിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇട്ടാ ഊന്നാവും. സായിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇട്ടാ സൂന്നാവും അല്ലേ? പക്ഷെ ഹിന്ദിയിലോ ഊ സൗണ്ട് കിട്ടണം എന്ത് ചെയ്യണം? രായിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇട്ടാ അക്ഷരത്തില് ഇങ്ങനെ ഒരു കുനിപ്പിട്ട് കഴിഞ്ഞാല് ഊ സൗണ്ടായി. ഊ സൗണ്ടായി അല്ലേ? കായിന്റെ അടുത്ത് ഇങ്ങനെ ഇട്ടാൽ കൂവായി. കൂവായി അല്ലേ? പായിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇട്ടാൽ പൂവായി. മനസ്സിലായോ? ഊ സൗണ്ട് കിട്ടുന്ന മനസ്സിലായോ? ഊ സൗണ്ടിന് വെറും ഇങ്ങനെ ഒരു കുനിപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഊ സൗണ്ട് അക്ഷരത്തിന്റെ കൂടെ ഇങ്ങനെ ഒരു കുനിപ്പിട്ടാൽ ഊ സൗണ്ട് കിട്ടി. അപ്പൊ ആ പഠിച്ചു, ആ പഠിച്ചു, ഈ പഠിച്ചു, ഈ പഠിച്ചു, ഊ പഠിച്ചു. ഊന് ഒരു കുനിപ്പ്. ഇനി അടുത്തെന്താ? ഊ കഴിഞ്ഞാൽ അടുത്ത അക്ഷരം ഊ. ഊന്ന് മലയാളത്തില് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ചിഹ്നം എന്താണ്? ഇങ്ങനെ ആപ്പിള് ഒന്ന് ചുറ്റിയിട്ടാല് ഊന്നായി അല്ലേ? നോക്ക്. കായാണെങ്കില് കൂ, പായാണെങ്കില് ഊ, തായാണെങ്കില് തൂ. എങ്ങനെ ചുരുട്ടിയിട്ടാ മതിയായിരുന്നു. പക്ഷെ ഹിന്ദിയില് ചെറിയ വ്യത്യാസമുണ്ട്. ഊ സൗണ്ട് കിട്ടണമെങ്കില് നേരത്തെ നമ്മള് ഊ സൗണ്ട് കിട്ടിയപ്പോ ഇങ്ങനെയായിരുന്നു കിട്ടെ. ഊ സൗണ്ട് കിട്ടണ ഒരു പുഴു ചുരുട്ടിയിട്ടാൽ ഊ സൗണ്ട് കിട്ടും അല്ലേ? നമ്മൾ ആദ്യത്തെ അക്ഷരം നോക്കാം. എന്താ? കായിന്റെ ചുവട്ടിൽ ഇങ്ങനെ ചുരുട്ടി ഒരു കുനിപ്പിട്ടാൽ എന്തായി? കൂന്നായി. കായിന്റെ ഇപ്പുറത്തിൽ ഇങ്ങനെ ഒരു കുനിപ്പിട്ടാൽ എന്തായി? ഇങ്ങനെ ഇട്ടപ്പോ കൂന്നായി. മനസ്സിലായോ? ഊ സൗണ്ടും മനസ്സിലായോ? കായിന്റെ രണ്ടാമത്തെ അക്ഷരം എന്താ? ഇഖ. ഇഖാന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇട്ടാ എന്തായി? ഇഖു. ഇഖു ഊ സൗണ്ട് അല്ലേ? ഇഖായിന്റെ ചുവട്ടില് ഇങ്ങനെ പുഴു പോലെ ചുരുട്ടിയിട്ടാ ഇഖു. ഊ സൗണ്ട് മനസ്സിലായോ? നീ പറയണോ? അടുത്താണ് ഋ. എന്ന സൗണ്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഊരിട്ടത് നേരെ തിരിച്ചിട്ടാൽ ഋന്റെ ചിഹ്നമായി. ഓക്കെ, നോക്കിയോ? കായിന്റെ ഇപ്പുറത്ത് അടിയിൽ ഇങ്ങനെ തിരിച്ചിട്ട് എന്തായി? കൃന്നായി. ജായിന്റെ അടിയിൽ ഇങ്ങനെ ഇട്ട് സൗണ്ട് കിട്ടിയത് എങ്ങനെയാന്ന് മനസ്സിലായോ? ഇനി അടുത്തതാണ് കഴിഞ്ഞിട്ട് മലയാളത്തിലാണെങ്കിൽ ഏ സൗണ്ട് കിട്ടണം എന്ത് ചെയ്യണം? പായാണെങ്കിൽ പായിന്റെ ഇപ്പുറത്തെ ഏ സൗണ്ട് കിട്ടണമെങ്കിൽ പായ്ക്ക് മുമ്പില് ഇങ്ങനെ ഒരു സാധനം ഇട്ടാ പോരെ? തിരിച്ചിരുന്ന സാധനം ഇട്ടാ പോരെ? പേ. ജായ ആണെങ്കിൽ ജായ്ക്ക് മുമ്പ് ഇങ്ങനെ ഇട്ടാ പോരെ? ജെ. അതിന് പകരം ഹിന്ദിയിലോ ഏ സൗണ്ട് കിട്ടണമെങ്കില് അപ്പൊ സായാണെങ്കില് അതിന്റെ മണ്ടയിൽ ചിരിച്ചൊരു വരയിട്ട ഏ സൗണ്ട് ആയി സേ. പായാണെങ്കിൽ പായ്ക്ക് മേലെ ചിരിച്ചൊരു വരയിട്ട ഏ സൗണ്ടായി. അതായത് അക്ഷരത്തിന് മേലെ ചിരിച്ചൊരു വരയിട്ടാൽ ഏത് സൗണ്ടായി? ഏ സൗണ്ട് ആയി അല്ലേ? നായാണെങ്കിൽ നായിന്റെ മേലെ ചിരിച്ച് ഒരു വരയിട്ടാല് ഏ സൗണ്ടായി. നായി. അപ്പൊ ഒരു അക്ഷരം എഴുതാം. എന്ത് എങ്ങനെയാന്ന് പറയണം? കായിന്റെ മേലെ ഇങ്ങനെ ചിരിച്ചു വരയിട്ടു കെ സൗണ്ടായി. രായിന്റെ മേലെ ചിരിച്ച് വരയിട്ടു രേ സൗണ്ടായി. തായിന്റെ മേലെ ചിരിച്ചു വരയിട്ടു ലായിന്റെ മേലെ ചിരിച്ചു വരയിട്ടു ലേ സൗണ്ട് ആയി. ഏ സൗണ്ടായി. പക്ഷെ മലയാളത്തില് ഏ കഴിഞ്ഞാല് ഏന്നുണ്ട്. പക്ഷെ ഹിന്ദിയിലുണ്ടോ? ഏ സൗണ്ട് കഴിഞ്ഞാൽ പിന്നെ
ഐ സൗണ്ട് അമ്മ അല്ല, ഐ സൗണ്ട് ഉണ്ട്, ഐ ഉണ്ട്, ഐ ഐ ഐ ഐ ഐ മലയാളത്തിൽ ഐ ആണെങ്കിലോ, പൈ എന്ന് എഴുതണമെങ്കിലോ പായ്ക്ക് മുമ്പില് 2 രാ തിരിച്ചിട്ട് എഴുതണം അല്ലേ? പൈ. തൈ എന്ന് എഴുതണമെങ്കിലോ തായ്ക്ക് മുമ്പില് ഇതുപോലെ 2 ഇട്ടാൽ ഐ സൗണ്ട് ആയി. പക്ഷേ ഹിന്ദിയിലോ ഐ സൗണ്ടിന് നമ്മൾ എ സൗണ്ടിന് ഇട്ട പോലെ തന്നെ 2 വര ഇട്ടാൽ സിമ്പിൾ ആയിട്ട് ഐ എന്നുള്ള സൗണ്ട് ആയി. നോക്കിയോ, കൈ എന്ന് എഴുതണമെങ്കിൽ കൈ, തൈ, തൈ, പൈ. 2 വര ഇടണം, മേലെ വര ഇടാന്ന് ഓർക്കണം. ജായിന്റെ മേലെ 2 വര ഇട്ടു, ജയ്. ഐ ഐ ഐ ഐ ഐ ഐ സൗണ്ടിനുള്ള ചിഹ്നം നമ്മൾ പഠിച്ചോ? ഹിന്ദിയിൽ ചിഹ്നങ്ങള് പഠിച്ചാൽ ഹിന്ദി സുഖമായിട്ട് എഴുതാനും വായിക്കാനും പഠിക്കാം. ഓക്കെ, ഐ വരെ പഠിച്ചു. ഇനി അടുത്തത് എന്താണ്? ഓ. ഓ മലയാളത്തില് ഓ എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം രാ തിരിച്ചിട്ടു, പിന്നെ കായാണെങ്കിൽ കായ എഴുതി അപ്പുറത്തൊരു ദീർഘം ഇട്ടു. ഇതാണ് മലയാളത്തിലെ ഓയിന്റെ സൗണ്ട്. പക്ഷേ ഹിന്ദിയില് ഓയ്ക്ക് അങ്ങനെ പ്രശ്നമുണ്ടോ? നോക്കുക, അക്ഷരം കഴിഞ്ഞിട്ട് ഒരു വര ഇട്ടിട്ട് അതിന്റെ മേലെ തിരിച്ച്. ഏയ്ക്ക് എങ്ങനെയായിരുന്നു? അക്ഷരത്തിന്റെ മേലെ ഇട്ടാ മതിയായിരുന്നു. ഓയ്ക്കാകുമ്പോ അക്ഷരം കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഒരു വരയും കൂടി ഇട്ടിട്ട് ഒരു മേലെ ഒരു വര ഇട്ടാല് ഓ സൗണ്ട് ആയി. നോക്കിയോ, കായിന്റെ മേലെ വര ഇട്ടാ എന്തായി? കെ എന്നാവും. പക്ഷേ കായ എഴുതിയിട്ട് കായിന്റെ അപ്പുറത്ത് ഒരു വര ഇട്ടിട്ട് മേലെ വര ഇട്ടാലോ കോന്നാവും. ഓ സൗണ്ട്, ഓ സൗണ്ട് വന്നു. നായിന്റെ മേലെ വര ഇട്ടാ എന്തായി? നെ. ഇനി നായിന്റെ അപ്പുറത്ത് ഒരു വര ഇട്ടിട്ട് അതിന് മേലെ വര ഇട്ടാ എന്തായി? നേ അല്ല, ഓ സൗണ്ട് വന്നു. നോ നോ നോ. ഓക്കെ, ഓ സൗണ്ട് പഠിച്ചോ? ഇനി ഓ കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം എന്താണ്? ഓ ഇല്ല, ഹിന്ദിയിൽ ഔവേ ഉള്ളൂ ഓ കഴിഞ്ഞാല്. അതുകൊണ്ട് മലയാളത്തിലാണെങ്കിൽ ഔവിന് ഇങ്ങനെ ഒരു ചിഹ്നം ഇട്ടാ മതി, ലവിന്റെ പകുതി. പക്ഷെ ഹിന്ദിയില് എങ്ങനെയാണെന്നറിയാമോ? അക്ഷരം കഴിഞ്ഞിട്ട് നേരത്തെ ഓ സൗണ്ട് ഇട്ടതിന് പകരം ഒരു വരയും കൂടി ഇട്ടാ മതി. ഔ ഔ. നോക്ക്, കായിട്ടു അപ്പുറത്ത് വര ഇട്ടു, 2 വര ഇട്ടാ കൗ. പായിട്ടു അപ്പുറത്ത് 2 വര ഇട്ടു, പൗ. സായിട്ടു അപ്പുറത്ത് 2 വര ഇട്ട് മേലെ 2 വര ഇട്ടാൽ സൗ. രായിട്ടു അപ്പുറത്ത് വര ഇട്ടു മേലെ 2 വര ഇട്ടാ രൗ. ഔ ഔ ഔ സൗണ്ട് വന്നു. പിന്നെ അടുത്തതാണ് ഔ കഴിഞ്ഞാല് അം. അമ്മിനെന്താ? ഒറ്റ കുത്ത് മതി അക്ഷരത്തിന് മേലെ. സായിട്ടിട്ട് മേലെ വര ഇട്ടു ഒരു കുത്തിട്ടാൽ സം. ജായിട്ടിട്ട് മേലെ വര ഇട്ട് ഒരു കുത്തിട്ടാൽ ജം അല്ലേ? അത് മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? അടുത്തത് ലാസ്റ്റത്തെ ആ സൗണ്ട്. കായിട്ടിട്ട് അപ്പുറത്ത് 2 കുത്തിട്ടാൽ അല്ലേ? തായിട്ടിട്ട് അപ്പുറത്ത് 2 കുത്തിട്ടാൽ തമ്മെന്ന് പറഞ്ഞാൽ മേലെ കുത്തിടണം. മനസ്സിലായോ? അപ്പൊ നമ്മള് ആ ഈ എല്ലാം പഠിച്ച് കഴിഞ്ഞു അല്ലേ? നമുക്ക് ഹിന്ദിയില് ആ ഇ ഉ ഋ എ ഐ ഓ ഔ അം ആ. ആയിക്ക് ചിഹ്നം ഇടണം. അക്ഷരത്തിലെല്ലാം ആ സൗണ്ട് ഉണ്ടാവും അല്ലെ? കായാണ്, കായിന്റെ അറ്റത്ത് ആ സൗണ്ട് ഉണ്ട്, അല്ലേ? എന്ന് പറയുമ്പോ തന്നെ അതിന്റെ അറ്റത്ത് ആ സൗണ്ട് ഉണ്ട് അല്ലെ? പിന്നെ ആ സൗണ്ട് കിട്ടണമെങ്കിൽ അപ്പുറത്തൊരു വര ഇട്ടു. ഈ സൗണ്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അക്ഷരത്തിന് തൊട്ട് മുമ്പ് ഒരു വള്ളി ഇട്ടാൽ മതി. ഈ സൗണ്ട് കിട്ടണമെങ്കിൽ അക്ഷരം കഴിഞ്ഞിട്ട് വള്ളി ഇടുക. ഊ സൗണ്ട് കിട്ടണമെങ്കിലോ അക്ഷരത്തിന് അടിയില് ഒരു കുനിപ്പിടുക. ഊ സൗണ്ട് ആകുമ്പോ ചുരുട്ടി കുനിപ്പിടുക. ഇറ് സൗണ്ട് ആകുമ്പോ ഊ സൗണ്ട് ഇട്ടത് തിരിച്ചിട്ടു അല്ലേ? ഏ സൗണ്ട് ആകുമ്പോ അക്ഷരത്തിന് മേലെ ഒരു വര ഇട്ടു. ഐ ആകുമ്പോഴത്തേക്കോ അക്ഷരത്തിന് മേലെ. ഓ ആകുമ്പോ അക്ഷരം കഴിഞ്ഞിട്ട് ഒരു വര ഇട്ടിട്ട് ഒരു വര. ഔ ആകുമ്പോ ഒരു വരയും കൂടെ കൂടുതലിട്ടു. അമ്മിനാകുമ്പോ ഒരൊറ്റ കുത്ത്, ആയിക്കാകുമ്പോ 2 കുത്ത്. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. നമുക്കൊരു ഫസ്റ്റത്തെ ലെറ്റർ നോക്കാം. ഹിന്ദിയിൽ ആദ്യത്തെ ലെറ്റർ നമ്മള് സ്വരം കഴിഞ്ഞിട്ട് അല്ലാത്ത അക്ഷരം ആദ്യത്തത് ക അല്ലേ? ഫസ്റ്റ് നമ്മൾ പ്രത്യേകിച്ച് ചിഹ്നമൊന്നും ഇട്ടില്ല. അപ്പൊ എന്താ വായിക്കുന്നത്? അ. വെറും ആ കായില് ആ ഉണ്ടല്ലോ, ക അല്ലേ? രണ്ടാമത് കായിന്റെ അപ്പുറത്ത് നമ്മൾ എന്തിട്ടു? ഒരു വരയിട്ടു
എന്തായി കാ. മൂന്നാമത് കാ കഴിഞ്ഞിട്ട് അടുത്തത് കി. കായിന്റെ എവിടെ വള്ളിയിടണം? ഇപ്പുറത്ത് വള്ളിയിട്ടു കി. നാലാമത് കാ കഴിഞ്ഞിട്ട് അപ്പുറത്ത് വള്ളിയിട്ടു. അപ്പൊ എന്തായി? കു ആണോ? കീ. കാ കാ കി കി. ഇനി അടുത്ത് നോക്കിയോ? കാ കഴിഞ്ഞിട്ട് അടിയില് കുനിപ്പ് കു അല്ലേ? ഇനി കായിന്റെ അടിയിൽ ഇങ്ങനെ ചുരുട്ടിട്ട് ഒരു വള്ളി. എന്താ? കൂ. ഇനി നേരത്തെ കായിട്ടതിന്റെ ഇങ്ങനെ തിരിച്ചിട്ടു. എന്തായി? കൃ. കാ കാ കി കി കു കു കൃ. ഇനി എന്താ? കായിന്റെ മേലെ ഒരു വര. എന്തായി? കേ. കായിന്റെ മേലെ കേ ഉണ്ടോ? കായിന്റെ മേലെ കോ ആണോ? കേ കൈ. കൈ എന്താ? കൈ. ഇനി കാ കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു വര ഇട്ടിട്ട് മേലെ ഒരു വര. കൈ കോ. കോ. കൗവിനെന്താ പ്രത്യേകത? കാ കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു വര ഇട്ടിട്ട് രണ്ട് വര മേലെ. കൗ. അടുത്തത് കായിന്റെ മേലെ ഒരു കുത്ത്. കം. ഇനി കാ കഴിഞ്ഞിട്ട് രണ്ട് കുത്ത്. കാ. ഒന്ന് വായിച്ചേ. കാ കാ കി കി കു കു കൃ കേ കൈ കോ കൗ കം ക. ചിഹ്നങ്ങൾ ഓർക്കുക. കായ്ക്ക് ചിഹ്നമില്ല. കായാകുമ്പോ അപ്പുറത്തൊരു വര ഇട്ടു. കീയാകുമ്പോ അക്ഷരത്തിന് ഇപ്പുറത്തൊരു വര ഇട്ടു. ഈ നാകുമ്പോ അക്ഷരം കഴിഞ്ഞിട്ട് ഒരു വര ഇട്ടു. കു ഉ ഉ. ഊ സൗണ്ട് വരണമെങ്കിൽ അടിയിൽ കുരുപ്പിട്ടു. ഊ സൗണ്ട് വരണമെങ്കിൽ അക്ഷരത്തിന് അടിയില് ചുരുട്ടിയിട്ടു. കൃ. കൃ സൗണ്ട് ആകുമ്പോ അക്ഷരത്തിന് അടിയില് തിരിച്ചിട്ടു. ഇനി അടുത്ത് എ എ എ സൗണ്ടിന് അക്ഷരത്തിന് മേലെ ഒരു വര. ഐ സൗണ്ടിന് അക്ഷരത്തിന് മേലെ രണ്ട് വര. ഓ സൗണ്ടിനോ അക്ഷരം കഴിഞ്ഞ് ഒരു വരയും കൂടി ഇട്ടിട്ട് അതിന്റെ മേലെ ഒരു വര. ഔ സൗണ്ടിനോ കൗ വര ഇട്ടിട്ട് അതിന്റെ മേലെ. അം സൗണ്ട് കിട്ടണമെങ്കിൽ ഒരു ഒറ്റ കുത്ത്. പിന്നെ ആ. ഇത്രയും പഠിച്ചില്ല? എന്നതുപോലെ മനസ്സിലായോ?